10 വർഷം മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ ആ കസേരയിൽ അമർന്നിരുന്നതാണ്. ഇതേ 10 വർഷവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്ക് സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുവദിച്ച ഒരു മൊബൈൽ ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. VVIPയിൽ മാത്രം വിളിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ. പാർട്ടിയുടെ സംസ്ഥാനതല നേതാക്കളായാലും സെക്രട്ടറി അംഗങ്ങളായാലും PB അംഗങ്ങളായാലും ഒക്കെ അവർ വിളിക്കുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയെ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സെക്രട്ടറിമാരെയാണ്. പക്ഷേ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയന് അന്ന് സെക്രട്ടേറിയറ്റിൽ നിന്നും അനുവദിച്ച ആ മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം രാവിലെ അദ്ദേഹം എടുത്ത് ഉപയോഗിച്ച് നോക്കി. ഇതുവരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ നമ്പർ ഉണ്ടായിരുന്നു. പ്രവർത്തനരഹിതം, ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്നാണ് പറയുന്നത്. വിശദമായി അന്വേഷിച്ചപ്പോഴാണ് ഈ നമ്പർ സെക്രട്ടേറിയറ്റ് അതിന് കട്ട് ചെയ്ത് കളഞ്ഞു എന്ന് മനസ്സിലാക്കുന്നത്. UDF സർക്കാർ വന്നപ്പോൾ ഇത്രകാലം പിണറായി വിജയൻ്റെ കയ്യിൽ കൊടുത്ത ആ നമ്പർ അത് സർക്കാർ തന്നെ തിരിച്ചെടുത്തു. പകരം പ്രതിപക്ഷ നേതാവിന് മറ്റൊരു പുതിയ നമ്പർ കൊടുക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രോട്ടോകോൾ വിഭാഗം പറയുന്നത്, പൊതുഭരണ വകുപ്പ് പറയുന്നത്. എന്തായാലും ഇതൊരു നിസ്സാര കാര്യമല്ല. മുഖ്യമന്ത്രിയായി 10 വർഷം തുടർന്ന പിണറായി വിജയൻ്റെ കയ്യിലിരുന്ന ആ മൊബൈൽ ഫോൺ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചതാണ്. ഏവർക്കും അറിയാവുന്നതാണ്, വൻകിട വ്യവസായികളടക്കം ഉന്നത പരിചയക്കാരടക്കം ഒക്കെ മുഖ്യമന്ത്രിയെ നേരിട്ട് വിളിക്കുന്ന ഫോൺ നമ്പറാണ് അത്. സാധാരണ സംസ്ഥാന സമിതി അംഗങ്ങളോ മറ്റ് ചുരുക്കം ചില നേതാക്കളൊഴിച്ചാൽ മറ്റ് മുതിർന്ന CPM നേതാക്കളോ പോലും മുഖ്യമന്ത്രിയെ ഈ നമ്പറിൽ നേരിട്ട് വിളിക്കാൻ ധൈര്യപ്പെടില്ല. അത് പിണറായി വിജയനെ നേരിട്ട് വിളിക്കാൻ ധൈര്യപ്പെടില്ല. ഇപ്പോഴിതാ ഈ നമ്പർ VD സതീശൻ്റെ കയ്യിൽ തിരിച്ചെത്തിയിരിക്കുന്നു. VD സതീശൻ ഈ നമ്പർ ഉപയോഗിക്കുമെന്നല്ല പറഞ്ഞു വരുന്നത്. പക്ഷേ പിണറായി വിജയൻ 10 വർഷം ഉപയോഗിച്ചിരുന്ന ഈ മൊബൈൽ ഫോൺ നമ്പറിൽ ദുരൂഹതകൾ ഏറെയുണ്ടെന്ന് UDF സർക്കാരിനറിയാം. 10 വർഷം അദ്ദേഹത്തെ ബന്ധപ്പെട്ട ആരൊക്കെ, ഓരോരോ വിവാദങ്ങൾ വരുമ്പോഴും അദ്ദേഹത്തെ ബന്ധപ്പെട്ടത് ആരൊക്കെയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞ ശേഷം പ്രതിപക്ഷ നേതാവായി ചുമതല ഏൽക്കുന്നതുവരെ കഴിഞ്ഞ ദിവസം വരെ ഈ നമ്പറിൽ ആരൊക്കെ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. ഇതെല്ലാം സർക്കാരിൻ്റെ ഫോൺ നമ്പർ ആയതിനാൽ അതൊക്കെ അതിൽ നിന്നൊക്കെ രേഖകളെടുക്കാൻ, ബാക്ക് ഫയൽ എടുക്കാൻ UDF സർക്കാരിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ ബേക്കറി ജംഗ്ഷനിലെ അദ്ദേഹത്തിൻ്റെ വാടക വീട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് കഴിഞ്ഞ 27-ാം തീയതി ED ഉദ്യോഗസ്ഥർ പുലർച്ചെ അവിടെ എത്തിയത്. അവരാദ്യം നോക്കിയത് വീണ വിജയൻ എവിടെയുണ്ട് എന്നായിരുന്നു. പിന്നെ അവർ അന്വേഷിച്ചത് വീണ വിജയനുമായി ബന്ധപ്പെട്ട അവരുടെ ഭർത്താവിൻ്റെ കോഴിക്കോട്ടുള്ള കോട്ടുള്ളിയിലെ വീടടക്കം, അവർ താമസിക്കാൻ പോയിരുന്ന പിണറായിയിലെ കുടുംബ വീടടക്കം, അങ്ങനെ വീണ വിജയനുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളുമാണ് ഒരുമിച്ച് ED റെയ്ഡ് ചെയ്തത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് വീണ വിജയൻ എവിടെയുണ്ട് തിരുവനന്തപുരത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ അതിരാവിലെ ED ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയായിരുന്നു. പിന്നീടാണ് അനിഷ്ട സംഭവങ്ങളെല്ലാം ഉണ്ടായതും അത് വീണ വിജയനും പിണറായി വിജയനും ഏറെ കൂടുതൽ കുരുക്കായി മാറിയതും. അപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയിൽ CMRലുമായി വീണ വിജയനുമായൊക്കെ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഈ ഫോൺ നമ്പർ വഴി ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? ഈ നമ്പർ ഉടനെ EDക്ക് കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. EDക്ക് കൈമാറേണ്ട കാര്യമില്ല. ഈ നമ്പർ EDയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നമ്പർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്യാൻസൽ ചെയ്തതെന്നും അതിൻ്റെ സർവീസ് കട്ട് ചെയ്തതെന്നും സൂചനയുണ്ട്. കാരണം EDക്ക് ഈ നമ്പറിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ സ്വിച്ച് ഓഫ് ചെയ്യാത്ത ആ മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം വരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ്റെ ആ ഔദ്യോഗിക മൊബൈൽ ഫോൺ കഴിഞ്ഞ ദിവസം രാവിലെ പൊടുന്നനെ അങ്ങ് നിശ്ചലമായത്. ഇതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന ഇൻ്റലിജൻസ് വിഭാഗവും. കാരണം പിണറായി വേട്ടയ്ക്കിറങ്ങിയിരിക്കുകയാണ് ED. അതിനൊപ്പം ഒരു ഇടത് വേട്ടയ്ക്കിറങ്ങിയിരിക്കുകയാണ് UDF സർക്കാരും. കാരണം UDF സർക്കാരിനും VD സതീശനുമൊക്കെ കോൺഗ്രസിനുമൊക്കെ ഇതൊരു ചാൻസാണ്, ഒരു ഗംഭീര ചാൻസാണ്. EDയുടെ ചിലവിൽ EDയുടെ പേരിൽ പിണറായി വിജയനെയും മകൾ വീണ വിജയനുമൊക്കെ പരമാവധി കേസന്വേഷണത്തിൽ കൊണ്ട് കുരുക്കാം. അപ്പോൾ CPM ദുർബലമാകുമെന്നതിൽ ഒരു സംശയവുമില്ല, അല്ലെങ്കിൽ പിണറായി വിഭാഗം പാർട്ടിക്കുള്ളിൽ ദുർബലമാകുമെന്നതിൽ ഒരു സംശയവുമില്ല. അതുതന്നെയാണ് കോൺഗ്രസിനും VD സതീശനും ഒക്കെ വേണ്ടത്. അതിനുള്ള കരുക്കൾ നേരത്തെ തന്നെ ഇവർ നീക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ്റെ ഈ മൊബൈൽ ഫോൺ ഇപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നത്.
എന്തായാലും മറ്റൊന്നും ചെയ്യാനാകാത്തതിനാൽ സർക്കാർ ഔദ്യോഗികമായി 10 വർഷം മുമ്പ് നൽകിയ ആ ഫോണായതിനാൽ ഇതിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച് പിണറായി വിജയനും അത്ര ബോധ്യമുണ്ടായിരുന്നില്ല എന്നാണ് ചില സംസ്ഥാന നേതാക്കൾ പറയുന്നത് പാർട്ടിയിലെ. എന്തായാലും കഴിഞ്ഞ ദിവസം വരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉപയോഗിച്ചിരുന്ന ആ മൊബൈൽ ഫോൺ, ആ സിം നമ്പറിന് രഹസ്യങ്ങൾ ഏറെ പറയാനുണ്ട് അധികൃതരോട്. അതൊന്നുകിൽ സംസ്ഥാനത്തെ UDF സർക്കാരിനോടാകാം, അല്ലെങ്കിൽ കേന്ദ്ര EDയോടാകാം. ഇതിനകം തന്നെ ED പിണറായി വിജയൻ്റെ ഈ നമ്പറിലെ കോൾ ലിസ്റ്റുകളെല്ലാം ശേഖരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം മുഖ്യമന്ത്രി എന്ന പരിരക്ഷ ആ മൊബൈൽ നമ്പറിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ മൊബൈൽ നമ്പർ, അതിൽ നിന്നുള്ള വിവരങ്ങൾ ചോർത്തണമെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറങ്ങിയിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ED ഇതുവരെ കാത്തിരുന്നതും. പിണറായി വിജയൻ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞപ്പോൾ തന്നെ ED ഈ നമ്പർ ട്രേസ് ചെയ്യാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട്. എന്തായാലും കൂനിന്മേൽ കുരു എന്നതുപോലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് തൻ്റെ മകൾ വീണ വിജയനെ കൊണ്ടുള്ള ശനിദശ ഏറി വരുന്നതേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തൻ്റെ ജനകീയ മുഖം തിരികെ കൊണ്ടുവരാൻ കിണഞ്ഞ് പരിശ്രമിച്ചു തുടങ്ങിയ പിണറായി വിജയൻ ഇതാ മറ്റൊരു കനത്ത തിരിച്ചടി അടിക്കുകയാണ്. തൻ്റെ ഔദ്യോഗിക നമ്പർ സർക്കാർ ഏകപക്ഷീയമായി അതിൻ്റെ സേവനം റദ്ദ് ചെയ്തത്.